നമസ്കാരം. ഏപ്രിൽ 2 ലോക ഓട്ടിസം ദിനമായി ആചരിക്കുന്ന ഒരു ദിനമാണ്. എന്താണ് ഈ ലോക ഓട്ടിസം ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓട്ടിസം എന്ന രോഗാവസ്ഥയെ പറ്റി ജനങ്ങളുടെ ഇടയിൽ അവബോധം വളർത്തുന്നതിനും ഓട്ടിസം വന്ന വ്യക്തികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്ന ഒരു ദിനമാണ് വേൾഡ് ഓട്ടിസം ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 2 ഇത് ആചരിക്കുന്നത്. എന്താണ് ഓട്ടിസം അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് അഥവാ ASD? കുട്ടിക്കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടു വരുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് ഓട്ടിസം. ആവർത്തിച്ചുള്ളതും പരിമിതവുമായ പെരുമാറ്റ രീതികൾ, ആശയവിനിമയത്തിലും സാമൂഹിക ഇടപെടലുകളിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു വൈകല്യമാണ് ഓട്ടിസം. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഓട്ടിസം ഉണ്ടാകുന്നത്? പല കാരണങ്ങൾ കൊണ്ടാണ് ഓട്ടിസം വരുന്നത്. മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയും. അതായത് പല കാരണങ്ങൾ. ജനിതകമായ കാരണങ്ങൾ കൊണ്ട് വരാം, ഗർഭകാലത്തെ അമ്മയുടെ പ്രായം, ഗർഭകാലത്തെ അണുബാധ, അന്തരീക്ഷ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ജനിതക മാറ്റങ്ങൾ. പലപ്പോഴും എന്തുകൊണ്ട് ഓട്ടിസം വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഇഡിയോപ്പതിക് കോസ് എന്ന് പറയും. അതായത് മെഡിക്കൽ സയൻസിന് പറയാൻ പറ്റില്ല ഈ കുട്ടിക്ക് എന്തുകൊണ്ട് ഓട്ടിസം വന്നു എന്ന്. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഓട്ടിസം കുഞ്ഞുങ്ങളിൽ വരാം. എത്ര വയസ്സാകുമ്പോഴാണ് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്? അഥവാ എത്ര വയസ്സിനുള്ളിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുഞ്ഞിന് ഓട്ടിസം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്തൊക്കെയാണ് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ അഥവാ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് നോക്കാം. ഇതിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു ഈ റെഡ് ഫ്ലാഗ് സൈൻസിനെ. 1 കുഞ്ഞിന്റെ സോഷ്യൽ ഡെവലപ്മെന്റ്, 2 കമ്മ്യൂണിക്കേഷൻ, 3 റെപ്പറ്റീറ്റീവ് ബിഹേവിയർ എന്ന് പറയും. ആദ്യത്തേത് സോഷ്യൽ ഡെവലപ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റിന് എന്തൊക്കെയാണ് ഈ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് ഐ കോണ്ടാക്ട് ഇല്ലായ്മ. സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു 6 തൊട്ട് 8 ആഴ്ച ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് ഐ കോണ്ടാക്ട് ഉണ്ടാവണം. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കി സംസാരിക്കുകയോ കളിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ നമ്മുടെ കണ്ണിലോട്ട് നോക്കും. നമ്മൾ കാര്യം പറയുമ്പോഴെല്ലാം കണ്ണിലോട്ട് നോക്കും. ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ കണ്ണിലോട്ട് നോക്കാറില്ല. നമ്മൾ അവരോട് സംസാരിക്കുകയോ എത്ര സംസാരിക്കാൻ ശ്രമിച്ചാലും അവർ കണ്ണിൽ നോക്കില്ല. ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ 9 മാസമായാലും അവരുടെ പേര് വിളിച്ചാൽ അവരെ ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും കാണില്ല. 9 മാസമായാലും സന്തോഷം, സങ്കടം, ചിരി, ദേഷ്യം ഇതൊന്നും അവരുടെ മുഖത്ത് കാണില്ല. പിന്നെ സാധാരണ കുട്ടികൾ ഒരു 1 വയസ്സാകുമ്പോഴേക്കും കൈകൊണ്ട് ആംഗ്യങ്ങൾ കാണിക്കുന്നു. അതായത് ഇങ്ങനെ ടാറ്റ അല്ലെങ്കിൽ കൈവച്ച് ഇങ്ങനെ ചൂണ്ടി കാണിക്കും. അപ്പം ഈ കുഞ്ഞുങ്ങള്, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ 1 വയസ്സായാലും കൈകൊണ്ട് ആംഗ്യങ്ങളൊന്നും കാണിക്കില്ല. പിന്നെ അവര് കൂടുതലും മറ്റു കുട്ടികളുമായി കളിക്കുവാൻ താല്പര്യം കാണിക്കില്ല. എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കളിക്കാനായിരിക്കും താല്പര്യം കാണിക്കുന്നത്. ഒരു 5 വയസ്സായാലും മറ്റു കുട്ടികളുടെ കൂടെ പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ മറ്റു കളികളിലോ ഒന്നും അവര് ഇടപെടാറില്ല. ചില കുഞ്ഞുങ്ങൾക്ക് ആക്രമണ സ്വഭാവം കാണും. അതായത് അവർ സ്വയം ആക്രമിക്കുകയും ചെയ്യും, മറ്റുള്ള കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും. ഇത്രയുമൊക്കെയാണ് അവരുടെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റിലുള്ള ലക്ഷണങ്ങൾ. ഇനി അടുത്തതായി കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് നോക്കാം. സാധാരണ കുഞ്ഞുങ്ങള് 6 മാസമൊക്കെ ആകുമ്പോഴേക്കും ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങും. ബബ്ബ, മമ്മ, ഡഡ അങ്ങനെയൊക്കെ. ഇതിനാണ് ബാബ്ലിംഗ് എന്ന് പറയുന്നത്. ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ 1 വയസ്സായാലും ഇങ്ങനത്തെ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കില്ല. 1.25 വയസ്സായിട്ടും ഒരു വാക്കുപോലും പറയില്ല. 2 വയസ്സായിട്ടും 2 വേർഡ് സെന്റൻസസ് പറയില്ല. സാധാരണ 2 വയസ്സുള്ള ഒരു കുഞ്ഞ് 2 വേർഡ് സെന്റൻസസ് പറയേണ്ടതാണ്. അതായത് 2 വാക്കുള്ള സെന്റൻസ്. എനിക്ക് പോണം, എനിക്ക് വേണം, അത്രയുമെങ്കിലും 2 വയസ്സുള്ള ഒരു കുഞ്ഞ് പറയേണ്ടതാണ്. നിങ്ങളുടെ കുഞ്ഞ് 2 വയസ്സായിട്ടും ഇങ്ങനെ 2 വേർഡ് സെന്റൻസസ് പറയുന്നില്ല, 1 വയസ്സായിട്ടും സൗണ്ട് ഉണ്ടാക്കുന്നില്ല, 1.25 വയസ്സായിട്ടും ഒരു വാക്കുപോലും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ചില കുട്ടികൾ അതുപോലെ തന്നെ ഒരേ വാക്ക് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനാണ് എക്കോലാലിയ എന്ന് പറയുന്നത്. ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷനിലുള്ള റെഡ് ഫ്ലാഗ് സൈൻസ്. ഇനി അടുത്തത് റെപ്പറ്റീറ്റീവ് ബിഹേവിയർ.
അതായത് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ ഒരേ പ്രവൃത്തി തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ചില കുഞ്ഞുങ്ങൾ കൈ ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കും. ചില കുട്ടികൾ ചുറ്റും ഇങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് മണിക്കൂറുകളോളം ഇവർ ഇതേ പ്രവൃത്തി തന്നെ ചെയ്യും. അതുപോലെ തന്നെ ചില പ്രത്യേക കളിപ്പാട്ടത്തിനോടോ ചില പ്രത്യേക വസ്തുക്കളോടോ അവർക്കൊരു താല്പര്യം കാണും. അത് വെച്ച് മാത്രമേ അവർ കളിക്കത്തുള്ളൂ. വേറെ ഒരു ലക്ഷണമാണ് ഈ ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ. അവര് ഒന്നുകിൽ കളിപ്പാട്ടം അല്ലെങ്കിൽ പേന അല്ലെങ്കിൽ പാത്രങ്ങൾ എന്താണെങ്കിലും ഒരു പ്രത്യേക ക്രമത്തിൽ അവരിങ്ങനെ നിരത്തി വെക്കും. ആ ഒരു ക്രമം തെറ്റിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അസ്വസ്ഥരാകുകയും ചെയ്യും. ചിലപ്പോൾ തല കൊണ്ട് ഭിത്തിയിലിട്ട് അടിക്കുക, അങ്ങനത്തെ പെരുമാറ്റ രീതികൾ വരെ ഇവർ കാണിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ലൈറ്റ്, സൗണ്ട്, മണം, രുചി ഇതിനോടൊക്കെ വളരെ അസ്വാഭാവികമായി പ്രതികരിക്കും. ചിലർക്ക് ഉറക്കെയുള്ള സൗണ്ട് കേൾക്കുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയില്ല. അവര് ഭയങ്കരമായി പേടിക്കും ഈ ചില സൗണ്ടുകൾ കേൾക്കുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ അഥവാ റെഡ് ഫ്ലാഗ് സൈൻസ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പേടിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുക. എന്നിട്ട് ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി തുടങ്ങുക. എന്താണ് ഈ ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി? അതായത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആദ്യ വർഷങ്ങളിൽ വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ച് അതിന്റെ തെറാപ്പി തുടങ്ങുന്നതിന് ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു 2 വയസ്സ് 2, 3, 4 വയസ്സ് സമയത്ത് നമ്മൾ തെറാപ്പി തുടങ്ങുകയാണെങ്കിൽ ഒരു ബാല്യം കഴിയുമ്പോൾ തന്നെ ഓട്ടിസത്തിന്റെ പല ലക്ഷണങ്ങളും ഓട്ടിസത്തിന്റെ പല പെരുമാറ്റ രീതികളും ഗണ്യമായി കുറയുന്നു. കുട്ടികൾക്ക് മികച്ച ജീവിതം ലഭിക്കുന്നു. അതോടുകൂടി തന്നെ അവരുടെ സംസാരം, അവർക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ കഴിയുന്നു. അവരുടെ സംസാരം മെച്ചപ്പെടുന്നു. അവർ കൂടുതൽ വാചാലരാകുന്നു. അവർക്ക് സാമൂഹിക കാര്യങ്ങളിൽ കൂടുതൽ ഉൾപ്പെടാൻ സാധിക്കുന്നു. അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും അവർക്കൊരു ഉന്നതമായിട്ടുള്ളൊരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. ഈ ഏർലി ഇന്റർവെൻഷൻ തെറാപ്പിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബിഹേവിയറൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിക്കൽ തെറാപ്പി, സൈക്കോളജിക്കൽ തെറാപ്പി, ന്യൂട്രീഷൻ തെറാപ്പി, ഫാമിലി ട്രെയിനിങ് തുടങ്ങിയ പല ഘടകങ്ങൾ കോർത്തിണക്കിയുള്ള ഒരു തെറാപ്പിയാണ്, ഒരു ഇന്റർവെൻഷനാണ് ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് ഒരു ടീം വർക്കാണ്. പീഡിയാട്രീഷ്യൻ, ന്യൂറോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തുടങ്ങിയ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് തുടങ്ങിയ ആൾക്കാർ ചേർന്ന ഒരു ടീം വർക്കാണ് ഈ ഏർലി ഇന്റർവെൻഷൻ. സമൂഹത്തിൽ ഉന്നത വിജയം കൈവരിച്ച പല ആൾക്കാർക്കും ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഓട്ടിസത്തിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പേടിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക. ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി തുടങ്ങുക. ഓട്ടിസമുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും മറ്റു കുഞ്ഞുങ്ങളെ പോലെ ജീവിക്കുവാനും മറ്റു കുഞ്ഞുങ്ങളെ പോലെ പഠിക്കാനും മറ്റു കുഞ്ഞുങ്ങളെ പോലെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനുമുള്ള അവകാശമുണ്ട്. അതിന് സഹായിക്കേണ്ടത് മാതാപിതാക്കൾ നമ്മളാണ്. അപ്പോൾ എന്റെ കുഞ്ഞിന് ഓട്ടിസമാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കരയാതെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും തെറാപ്പിയും എത്രയും പെട്ടെന്ന് നൽകുക. നമുക്കൊരിക്കലും ഈ ഓട്ടിസം ചികിത്സിച്ച് പരിപൂർണമായി ഭേദമാക്കാൻ കഴിയില്ല. അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല. പക്ഷേ ഈ തെറാപ്പി, ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി ചെയ്യുന്നതിൽ കൂടെ ഏറെക്കുറെ അവരുടെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും.